ഹലോ നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. പ്രതികാരവും പകയും മനസ്സിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഞായറാഴ്ച ബ്ലാസ്റ്റേഴ്സ് മുംബൈക്കെതിരെ കളത്തിലിറങ്ങാനൊരുങ്ങുന്നത്. കേരളക്കരയെ വളരെയധികം ആവേശം കൊള്ളിക്കുന്ന മത്സരമാകുമെന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് ഡ്രോബാക്ക് വീഡിയോകൾ കേരള ബ്ലാസ്റ്റേഴ്സ് ഇതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് സോഷ്യൽ മീഡിയകളിൽ അപ്ലോഡ് ചെയ്തു വരികയാണ്. ഡ്രോബാക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ ഓർമ്മകൾ 2015-16 അങ്ങനെയുള്ള പഴയ സീസണിലെ ഓരോ ഓർമ്മകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോകളാണ് ബ്ലാസ്റ്റേഴ്സ് സോഷ്യൽ മീഡിയകളിൽ അപ്ലോഡ് ചെയ്തു വരുന്നത്. അതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ഫോട്ടോസും നമുക്ക് കാണാൻ സാധിക്കും. അത്തരത്തിൽ കഴിഞ്ഞ മണിക്കൂറിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം, കേരള ബ്ലാസ്റ്റേഴ്സ് മുംബൈയെ പഞ്ഞി കിട്ടിയ ഒരു സീസണാണ് 2021-22 സീസൺ. ഇവാൻ വുക്കോമനോവിച്ചിൻ്റെ ആദ്യ സീസൺ. ആ സീസണിൽ അവർക്കെതിരായ ആദ്യ പാദ മത്സരത്തിന് മുമ്പ് മുംബൈ സിറ്റി FC കേരള ബ്ലാസ്റ്റേഴ്സിനെ 1-6 ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയ ഒരു പോസ്റ്റ് ഇട്ടുകൊണ്ടായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിനെ ട്രോൾ ചെയ്തത്. ആ പക മനസ്സിൽ വെച്ചുകൊണ്ട് കളത്തിലിറങ്ങിയ കേരള ബ്ലാസ്റ്റേഴ്സ് മുംബൈ സിറ്റി FCയെ എതിരില്ലാത്ത 3 ഗോളുകൾക്കാണ് പരാജയപ്പെടുത്തിയത്. എന്നാൽ രണ്ടാം ലെഗിലും 1-3 ഗോളിന് കേരള ബ്ലാസ്റ്റേഴ്സ് മുംബൈ സിറ്റി FCയെ പരാജയപ്പെടുത്തിയിരുന്നു. അതിൽ രണ്ടാം ലെഗിലെ മത്സരത്തിലെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗോളുകൾ കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്നൊരു ഡ്രോബാക്കായി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ ഒരു വീഡിയോയിൽ അൽവാരോ വാസ്കസിൻ്റെ ഗോളും അൽവാരോ വാസ്കസിനെയും മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ എന്ന് ചില ആരാധകരൊക്കെ ഇപ്പോൾ സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. അതിൽ എന്തെങ്കിലും സൂചനകളുണ്ടോ എന്നാണ് അവരുടെ സംശയം. എന്തായാലും ഈ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ അൽവാരോ വാസ്കസിനെ കേരള ബ്ലാസ്റ്റേഴ്സ് തിരികെ ടീമിലെത്തിക്കാനുള്ള സാധ്യത കുറവാണ് എന്ന് നേരത്തെ തന്നെ പുറത്തു വന്ന റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചതാണ്. അങ്ങനെ ഒരുപാട് പഴയ താരങ്ങളുടെ ഡ്രോബാക്ക് വീഡിയോകൾ കേരള ബ്ലാസ്റ്റേഴ്സ് സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. എന്തായാലും അൽവാരോ വാസ്കസ് ഈ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് തിരികെ എത്താൻ സാധ്യതയില്ല എന്നാണ് നിലവിൽ ഇതുവരെ നമുക്ക് ലഭിച്ച വിവരങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.